അതെന്തിനാന്ന് അവര് വന്നാലും വന്നില്ലല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വന്നാലും തിരക്കിയാലും അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ കമലാക്ഷിയമ്മയുടെ ഒരു കാര്യം പറയാം. ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, അല്ലെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഞാനങ്ങ് മരിച്ചു വരുന്നു, നമ്മളുടെ കുഴിമാടം വരെയല്ലേ ഇവർക്ക് വരാൻ പറ്റുള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവം മാത്രമേ. ആ അപ്പൊ പിന്നെ എന്തിനാ കുഴിമാടം വരെ വരുന്നവര്? ഫോണും ചാർജും കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊണ്ടുവന്നു. അത് വന്നോളുന്നു. ഇപ്പോൾ ഇതിലൊക്കെ മുറിവ് അവൻ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ട്. അവൻ കമലാക്ഷിയമ്മയ്ക്ക് നടക്കാമല്ലോ, അവന് നടക്കാൻ പറ്റുമോ? ഇപ്പം എനിക്ക് നടക്കാം, എനിക്ക് ഓടി നടക്കാം, അയില നടക്കാം. അവനിച്ച് നടക്കാൻ പറ്റുമല്ലോ. ഞാൻ എൻ്റെ വണ്ടിയെ കൊണ്ടുപോയി അവൻ അയിലയിലേക്ക് കൊണ്ടുപോയി എൻ്റെ കൂടെ എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇത്രയെങ്കിലും എന്നാ ഒരു ഇത് നമ്മളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ, ഇല്ലേ? അത് തന്നെയായിട്ടും വലിയ. ഇപ്പം നമ്മൾ ജീവിച്ചിരുന്നപ്പം നമ്മൾ അതിലേ പോയി, അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോഗ്യം ഇല്ലാത്ത സമയം നമ്മുടെ ജീവിതത്തിലുള്ള ജനിച്ച് കുഞ്ഞായിരിക്കുമ്പം അതുപോലെയാണോ പ്രായമാകുമ്പോൾ? അല്ല. അപ്പോൾ ആരോഗ്യമുള്ള സമയവും ആരോഗ്യമില്ലാത്ത സമയവും ജീവിതത്തിലുള്ള കേട്ടോ. അപ്പോൾ ആരോഗ്യമുള്ള സമയത്തും നമ്മൾ ജീവിക്കും, ആരോഗ്യമില്ലാത്ത സമയത്തും നമ്മൾ ജീവിക്കും കേട്ടോ. കാപ്പി കുടിച്ചില്ലേ? ഇവിടെ ഒന്നും വിഷമിക്കണ്ട, ഇവിടെ എല്ലാവരും ഒരുപോലെ കേട്ടോ. നമുക്ക് ഇവരെയൊക്കെ നോക്കാനും ഇവരോടൊക്കെ നല്ലത് പറയാനും നമ്മളെ ദൈവം വിട്ടിരിക്കുന്ന അതിനാണ്. ഓരോരുത്തരും ഒരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ല. Nithya Sahayakan Charitable Trust, making a difference through compassionate giving.